ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഇതിനോടകം മീനും മീഡിയനും വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സമാന്തര മാധ്യമവും അതുപോലെ അസന്ധത നമ്മൾ പറയും മധ്യമവും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, മീഡിയനും പഠിച്ചിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബഹുലകം. നമ്മൾ മലയാളത്തിൽ പറയും ബഹുലകം എന്ന് പറയും, അല്ലെങ്കിൽ മോഡ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ മഹിതം എന്നും പറയാറുണ്ടോ. മഹിതം എന്നൊക്കെ അറിയപ്പെടുന്ന സംഗതി ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇതിൻ്റെ അർത്ഥം സംഭവം സിമ്പിളായിട്ട് കഴിഞ്ഞാൽ മോസ്റ്റ് റിപ്പീറ്റഡ് എന്നാണ്. എന്താണ് മോസ്റ്റ് റിപ്പീറ്റഡ്, ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നതിനാണ് നമ്മൾ മോഡ് എന്ന് പറയാറുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2, 4, 6, 8, 2, 3, 5 ഈ തന്നിരിക്കുന്ന നമ്പറിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്ന ഏതാണ്? നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നത് 2 ആണല്ലേ. 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇവിടുത്തെ മോഡ് എത്രയെന്ന് പറയാം, ഇവിടെ മോഡ് എന്ന് പറഞ്ഞാൽ 2 ആണെന്ന് പറയും. എന്താ കാരണം? കൂടുതൽ ആവർത്തിച്ച് വന്ന ഏതാണെന്ന് വെച്ചാൽ അതാണ് മോഡ് വരിക. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, റോ ഡാറ്റയുടെ മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റോ ഡാറ്റയുടെ മോഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ഡിസ്ക്രീറ്റ് ഡാറ്റയാണ്. നമ്മൾ ഡിസ്ക്രീറ്റ് ഡാറ്റയിലാണെങ്കിൽ മോഡ് എന്തായിരിക്കും നമ്മൾ കാണിക്കാൻ വരിക? നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു ഡാറ്റ ഉണ്ടാവും അല്ലേ, മാർക്കും അതേപോലെ തന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസും. ഓക്കെ, നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം മാർക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നാൽ എന്താ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരം നോക്കുകയാണെങ്കിൽ ഇത് എന്ത് ഡാറ്റയാണ് ഇവിടെ തന്നിരിക്കുന്നത്? ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ എന്തായിരിക്കും, ഒരു ഒബ്സർവേഷനും തന്നിട്ടുണ്ട്, പ്ലസ് ഇവിടെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേര് എന്താണ്, ഡിസ്ക്രീറ്റ് ഡാറ്റ എന്നാണ് പറയാറുള്ളത്. ഓക്കെ, ഡിസ്ക്രീറ്റ് ഡാറ്റയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഡിസ്ക്രീറ്റ് ഡാറ്റയിൽ നമ്മൾ എങ്ങനെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മോഡ് കണ്ടെത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്, എളുപ്പമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി എടുക്കുക. ഓക്കെ, ഹയസ്റ്റ് ഫ്രീക്വൻസി എടുക്കുക. ആ ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്ന ഏതാണെന്ന് നോക്കുക. ഇവിടെ നമുക്ക് ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാണ് വന്നിരിക്കുന്നത്? ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നത് 11 ആണല്ലേ. 11 വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നതിനായിരിക്കും എന്ത്, നമ്മുടെ മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മോഡൽ വാല്യൂ എന്ന് പറയുന്നത് തന്നെയായിരിക്കും ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നതിനായിരിക്കും ഉണ്ടാവുക. അതായത് മോഡൽ വാല്യൂ എന്ന് പറഞ്ഞതായിരിക്കും നമ്മുടെ 13 ആയിരിക്കും വരിക. അപ്പോൾ ഇവിടുത്തെ മോഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇവിടുത്തെ മോഡ് എന്ന് പറഞ്ഞാൽ വേറെ ഏതുമല്ല ഉത്തരം. മോഡ് എന്ന് പറഞ്ഞാൽ ഉത്തരം 13 ആയിരിക്കും കേട്ടോ. അപ്പോൾ സിമ്പിളാണ്. മീനിലും നമ്മൾ ഈ പറഞ്ഞ അരിത്മെറ്റിക് മീൻ വെച്ചിട്ട് കണ്ടുപിടിച്ച പോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന റോ ഡാറ്റയിലും അതേപോലെ തന്നെ നമ്മളിവിടെ പറഞ്ഞ ഡിസ്ക്രീറ്റ് ഡാറ്റയിലും മോഡ് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് ചെയ്ത് നോക്കാനുള്ളത് ഈ പറഞ്ഞ നമ്മുടെ ഡിസ്ക്രീറ്റും കഴിഞ്ഞു കണ്ടിന്യൂസ് ഡാറ്റയിൽ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചോദ്യത്തിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും മാർക്കും അതേപോലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ക്ലാസ് ആണ്. ക്ലാസ് പ്ലസ് ഫ്രീക്വൻസി തന്നിട്ടില്ലേ. ക്ലാസും ഫ്രീക്വൻസി വരികയാണെങ്കിൽ നമുക്കറിയാം അത് എന്ത് ഡാറ്റ ആയിരിക്കും, അത് കണ്ടിന്യൂസ് ഡാറ്റ ആയിരിക്കും അല്ലേ. അപ്പോൾ കണ്ടിന്യൂസ് ഡാറ്റയിൽ മാത്രമാണ് മോഡ് കണ്ടുപിടിക്കാൻ കുറച്ച് നമുക്ക് പണിയുള്ളത്, വേറെ ഒന്നുമല്ല. സംഗതി സിമ്പിളാണ്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഇതിൻ്റെ സ്റ്റെപ്പ് 1 ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതുമല്ല, നമ്മൾ ആദ്യം തരാം മോഡൽ ക്ലാസ് കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? മോഡൽ ക്ലാസ് കണ്ടുപിടിക്കണം. അപ്പോൾ മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മോസ്റ്റ് ഫ്രീക്വൻസി ഉള്ള ക്ലാസ് ആണ്. ഓക്കെ, മോസ്റ്റ് ഫ്രീക്വൻസി ക്ലാസ് ഏതാണോ അതായിരിക്കും നമ്മുടെ മോഡൽ ക്ലാസ്. അപ്പോൾ അത് പ്രകാരം നമുക്ക് നോക്കാം. ഇവിടെ മോഡൽ ക്ലാസ് ഏത് വരിക? ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് 10 ആണല്ലേ. അപ്പം ഇതായിരിക്കും നമ്മുടെ മോഡൽ ക്ലാസ് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷൻ അപ്ലൈ ആണ്. ആ ഇക്വേഷനാണ് പറഞ്ഞിട്ടോ. നമ്മുടെ ഇക്വേഷൻ നോക്കിക്കോളൂ. മോഡ് ഇസിക്വൽ ടു, മോഡ് നമ്മൾ സാധാരണ ഇസഡ് എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ഇസഡ് ഇസിക്വൽ ടു എൽ പ്ലസ് F1 മൈനസ് F0 ഡിവൈഡഡ് ബൈ 2F1 മൈനസ് F0 മൈനസ് F2 ഇൻറ്റു C എന്നാണ് വരിക. ഓക്കെ, F1 മൈനസ് എന്ന് പറയുന്നുണ്ട്. നമ്മളിവിടെ പറഞ്ഞ F1 എന്താ, F0 എന്താ, F2 എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ അടിക്കുന്നുണ്ടാവും. ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, വളരെ സിമ്പിളാണ് ഈ സംഗതി പഠിക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞാൽ ഇക്വേഷൻ കാണുമ്പോഴുള്ള ബുദ്ധിമുട്ടുള്ളൂ, പക്ഷേ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങളൊരു പക്ഷേ പഠിച്ചിട്ടുള്ള സംഗതി ഇങ്ങനെയായിരിക്കും, മേ ബി ഇങ്ങനെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. D1 അതേപോലെ D2 വെച്ചിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവും. ഓക്കെ, രണ്ടും സെയിം ആണ് കേട്ടോ. D1 D2 അതേപോലെ F1 F0 ചെയ്യുന്ന സെയിം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോട്ടോ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ പ്രകാരം നമുക്കിവിടെ കിട്ടേണ്ട കാര്യങ്ങൾ നമ്മളിവിടെ എഴുതിച്ചു. ക്ലാസ്സും അതേപോലെ ഫ്രീക്വൻസി എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മോഡൽ ക്ലാസ് കണ്ടുപിടിക്കും. മോഡൽ ക്ലാസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 30, 40 എന്ന് പറഞ്ഞാൽ മോഡൽ ക്ലാസ് പറഞ്ഞത്. ഇതിൽ ഓരോ കാര്യങ്ങൾ നമുക്ക് എഴുതിക്കാം. ആദ്യം നമ്മൾ കാണുന്ന L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദി മോഡൽ ക്ലാസ് ആണ്. എന്താണ് ലോവർ ലിമിറ്റ് ആണോ? മോഡൽ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് ആണോ ഇനിയൊക്കെ ചെയ്യുന്നത്. ഇനി എല്ലാം മോഡൽ ക്ലാസ്സിന് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നോക്കുക, മോഡൽ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടെല്ലാം ചെയ്യുന്നത് ലോവർ ലിമിറ്റ് ഓഫ് ദി മോഡൽ ക്ലാസ് ആണ്. അത് നമുക്ക് കിട്ടി. L എത്ര വരുന്നത്? 30 കിട്ടി. കാരണം ഇതാണ് നമ്മുടെ ലോവർ ക്ലാസ്സിൻ്റെ ഈ പറഞ്ഞ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ്. മോഡൽ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് 30. ഇനി അടുത്ത രണ്ടാമത് നമ്മൾ കാണേണ്ടത് F1 അതേപോലെ F0 F1 F2 എന്ന് പറഞ്ഞാൽ. ഓക്കെ, സംഗതികൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് പറഞ്ഞുതരാം, നോക്കിക്കൊള്ളടാ. വളരെ ഈസിയാണ് ഇത് പഠിക്കാൻ. അപ്പോൾ F0 എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഫ്രീക്വൻസി ബിഫോർ ദി മോഡൽ ക്ലാസ്. നമ്മുടെ മോഡൽ ക്ലാസ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ മോഡൽ ക്ലാസ്സിൻ്റെ തൊട്ട് മുന്നിൽ വരുന്ന ഫ്രീക്വൻസിയാണ് F0 എന്ന് പറയുന്നത്. അപ്പോൾ F1 എന്ന് പറയുന്നതായിരിക്കും ഫ്രീക്വൻസി ഓഫ് ദ
മോഡൽ ക്ലാസ്. നമ്മുടെ മോഡൽ ക്ലാസ് ഏതാണോ അതിൻ്റെ ഫ്രീക്വൻസിയാണ് ഈ F1 എന്ന് പറയുന്നത്. ആൻഡ് ഫ്രീക്വൻസി ആഫ്റ്റർ ദി മോഡൽ ക്ലാസ് ആണെങ്കിൽ എന്താ പറയുക, അതിന് നമ്മൾ പറഞ്ഞവരാണ്. ഈ മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് അതിന് ശേഷമാണ് ഫ്രീക്വൻസി ആണെങ്കിൽ അതിന് F2 എന്നാണ് പറയുക. അപ്പോൾ യഥാക്രമം ഇത് ഞാൻ കാണിച്ചിരുന്നു നോക്കിക്കോട്ടെ. F0 എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞ മോഡൽ ക്ലാസ്സിൻ്റെ തൊട്ട് മുമ്പുള്ള ഫ്രീക്വൻസി എന്ന് പറഞ്ഞത്, അതായത് 4. ഇതാണ് F0. ഓക്കെ, ഇനി അടുത്ത F1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രീക്വൻസി ഓഫ് ദ മോഡൽ ക്ലാസ് എന്ന് വെച്ചാൽ മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി അത് എത്രയാണ്, അത് 10 ആണ്. അപ്പോൾ F1 കിട്ടി. ഇനി ലാസ്റ്റ് വൺ നമുക്ക് വേണ്ടത് F2 ആണ്, അഥവാ ഫ്രീക്വൻസി എന്ന് പറയുന്നുണ്ട്. എന്തിൻ്റെ ഫ്രീക്വൻസിയാണ്, മോഡൽ ക്ലാസ്സിന് ശേഷമുള്ള ഫ്രീക്വൻസി. അത് എത്രയാണ്, 2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന വാല്യൂ കിട്ടി. F0 കിട്ടി, F1 കിട്ടി, F2 കിട്ടി. ഇനി നമുക്ക് C ഓൾറെഡി നമുക്ക് അറിയുന്നവരാണ്. C എന്ന് പറഞ്ഞാൽ എന്താണ്, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെല്ലാണ് അല്ലേ, ക്ലാസ് ഇൻ്റർവെല്ലാണ് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ വാല്യൂസ് ഒക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ക്ലാസ് ഇൻ്റർവെൽ എങ്ങനെ കണ്ടുപിടിക്കുക, ഈ പറഞ്ഞ അപ്പർ ലിമിറ്റ് 40 മൈനസ് 30 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും, 10 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഏകദേശം എല്ലാ വാല്യൂസും കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിന് ഉത്തരം വരിക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ വാല്യൂസ് എഴുതി നോക്കാം. ആദ്യം നമുക്ക് ലോവർ ലിമിറ്റ് ഓഫ് ദി മോഡൽ ക്ലാസ് അത് എത്രയാണ്, 30 ആണല്ലേ, 30 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് F0 ആണ് വേണ്ടത്. F0 എന്ന് പറയുമ്പോൾ എത്രയാണ്, അത് 4 ആണെന്ന് കിട്ടി. F1 എന്ന് പറയുന്നത് എത്രയാണ്, 10 ആണെന്ന് കിട്ടി. ഇനി F2 എന്ന് പറയുന്നത് 2 ആണെന്ന് കിട്ടി അല്ലേ. നമുക്ക് യഥാക്രമം 4, 10, 2 ആ വാല്യൂസ് നേരെ എഴുതിയേക്കാം. ഇനി C വേണം. C എത്രയാണ്, C നമുക്ക് കിട്ടിയിട്ടുണ്ട് 10 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ ഇത് ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എത്ര വരും ഇക്വേഷൻ, Z L എന്ന് പറഞ്ഞാൽ 30 നമ്മൾ ആദ്യം എഴുതുന്നു. അതൊരിക്കലും നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മൾ സദ്യക്ക് പായസം വിളമ്പല്ലോ, പായസം അവസാനമല്ല കുടിക്കുക, അതുപോലെ അവസാനം മാത്രമാണ് 30 നമ്മൾ ഇതിൽ ചേർക്കേണ്ടത്. അതുവരെ അതിനൊരു കാഴ്ചക്കാരൻ്റെ റോളുള്ളൂ. ഇനി F1ൻ്റെ വാല്യൂ നമുക്ക് എഴുതാം, 10 മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10 മൈനസ് F0യുടെ വാല്യൂ എത്രയായിരുന്നു, F0യുടെ വാല്യൂ നമ്മൾ പറഞ്ഞു 4 മൈനസ് 2 ഇൻറ്റു 10. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, 30 പ്ലസ് 10 4 കുറച്ച് കഴിഞ്ഞാൽ 6 ഉണ്ടാവും, ഡിവൈഡ് ബൈ 2 ഇൻറ്റു 10 എത്ര വരും, 20 മൈനസ് 4 മൈനസ് 2 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര, മൈനസ് 6 ആയി മാറി അല്ലേ, ഇൻറ്റു 10 എന്ന് വരുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറി, വീണ്ടും ചെറുതാവാണ്. 30 പ്ലസ് 6 ഡിവൈഡ് ബൈ 20 6 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും, 14 ഉണ്ടാവും, ഇൻറ്റു 10 ആണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ എത്ര നമ്മൾ ഉത്തരം കിട്ടുക, നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ 30 പ്ലസ് എന്ന് പറഞ്ഞാൽ 6 ഡിവൈഡ് ബൈ 14 നമ്മൾ ചെയ്യണം. അത് എത്ര വാല്യൂ വരുന്നത്, അപ്പോൾ 6 ഡിവൈഡ് ബൈ 14 എന്ന് പറയുമ്പോൾ നമ്മുടെ വാല്യൂ 0.428 എന്നാണ് വരിക, ഇൻറ്റു 10 കൂടി നമ്മൾ ചെയ്യണം. ഇനി അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടോട്ടൽ ചെയ്യേണ്ട വാല്യൂ കിട്ടും. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ 30 പ്ലസ് 4.285 എന്ന് കിട്ടും, 4.285 കിട്ടും. ആൻഡ് ഫൈനലി നമ്മുടെ Z വാല്യൂ നമുക്കിവിടെ കിട്ടും എത്രയാണ്, 34.285 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ മോഡൽ വാല്യൂ തരുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ ആവർത്തിച്ചുന്ന വാല്യൂ ഏതായിരിക്കും, 34.285 എന്ന് പറഞ്ഞ വാല്യൂ ആണ് വരിക. ഓക്കെ, ഇതാണ് നമ്മൾ മോഡ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മോഡ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചെയ്ത് നോക്കിയത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞത് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിച്ചു, അതേപോലെ അരിത്തമെറ്റിക് മീൻ കണ്ടതിന് ശേഷം മീഡിയം കണ്ടുപിടിച്ചു, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, മോഡ് കണ്ടുപിടിച്ചു. അപ്പോൾ ഈസി ആയിട്ട് ഇത് മൂന്നും പരമാവധി ചോദിക്കാവുന്ന 3 ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. മീനിൻ്റെ 3 ടൈപ്പ് ചെയ്തു, മീഡിയൻ്റെ 3 ടൈപ്പ് ചെയ്തു, ആൻഡ് മോഡിൻ്റെ 3 ടൈപ്പ് ചെയ്തു. ഇത് വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചേക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സെൽസബിൻ. ബൈ.